ഇപ്പോൾ നന്ദി പറയുന്ന സെലിബ്രിറ്റികളെടുത്തോണം. കാരണം പണ്ട് 84-86 കാലഘട്ടത്തിൽ ഈ കോളേജിൽ ഞാൻ കേസുകാരനാണ്. അന്ന് ഇവിടെ പറവൂരേതോ കേസുകാരൻ ബ്ലൂ ഫിലിം കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് SFIക്കാർ അവരുടെ വാർത്താ ബോർഡിൽ എഴുതി വെച്ചത് ബ്ലൂ ഫിലിമിൽ അറസ്റ്റ്. ഞങ്ങൾക്ക് കേസുകാർക്കൊക്കെ നാണക്കേടായി. എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ നോക്കിയത് രാജേന്ദ്രപ്രസാദ് എൻ്റെ മൊത്തമാണ്. രാജേന്ദ്രപ്രസാദ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അവർ എന്താണ് എന്തിനാ നമ്മുടെ മറ്റേ ആളെ ബ്ലൂ ഫിലിം അറസ്റ്റ് ചെയ്ത് SFIക്കാരോട് ഭയങ്കരമൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ രാജേന്ദ്രപ്രസാദ് പറഞ്ഞു, ബംഗാളിൽ എന്നോ ഒരു മാർക്സിസ്റ്റായിരുന്ന വ്യഭിചാരക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അത് എഴുതിയൊക്കെ തോന്നി. ബംഗാളായാലും പാകിസ്ഥാനായാലും മാർക്സിസ്റ്റായാലും മതി, നമുക്ക് അത്ര ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബംഗാളിൽ എന്തോ ഭാസ്കർ റാവോ രാജസ്ഥാൻ അറിയത് ഭാസ്കർ റാവു വിഭജിക്കാൻ പോയെന്ന് പറഞ്ഞു ഞങ്ങളൊരു ബോർഡ് വെച്ച് SFIക്കാർ ഈ ബോർഡ് എടുത്ത് കളഞ്ഞു. ഇതിൽ കുപിതനായ ഞാൻ SFIക്കാരുടെ വാർത്താ ബോർഡ് മാറ്റി കളഞ്ഞു. അന്നൊക്കെ വാർത്താ ബോർഡ് മാറ്റി കളയാന്ന് വെച്ചാൽ വീടിന് തീ വെക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വാർത്താ ബോർഡ് മാറ്റി കളഞ്ഞ് ഞാൻ തൈര് സമയം നടന്നു വരുമ്പോ ഒരു ഉച്ചയ്ക്കാണ് ഇതിന്റെ അപ്പുറത്ത് സുനിലോട് പറഞ്ഞ്, നീ വിട്ടോ, നിന്നെ മൂത്തോത്തുനിന്ന് ചെത്ത് അതിൽ തല്ലാൻ പ്ലാൻ ചെയ്തേക്കുന്നുണ്ടോ. പക്ഷെ ഞാൻ തീരുന്നതിന്റെ അടുത്ത ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി വിട്ടിയാൽ, അല്ലെങ്കിൽ മൂത്തോന്ന് ചെത്ത് വരുമെന്ന് എന്റെ കൊല ചെത്തി കള്ളെടുത്തതിനെ വിജയിക്കും. അങ്ങനെ അന്ന് പക്ഷെ എന്നെ അവർ വെറുതെ വിട്ടില്ല. അതാണ് അന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ പറവൂര് പുരോഗമന കലാസംസ്കാര സംഘവും സംസ്കാര വിധി അന്നില്ല, അങ്ങനത്തെ സംസ്കാര സംഘം മാർക്സിസ്റ്റായ സംഭവമാണ്, എനിക്കറിയില്ല. അങ്ങനെ ഞാനവിടെ ഒരു പരിവാറിന്റെ മത്സരത്തിൽ വന്നു, മോണാക്ടിന് വിളിക്കും. അപ്പൊ എന്നോട് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടൊരു ബന്ധു ഉണ്ടായിരുന്നു, സ്നേഹേന്ദ്രൻ. എനിക്കറിയാം, എന്റെ ബന്ധു തന്നെ കുറച്ച് എന്റെ അമ്മയുടെ ഒരു അകന്ന ബന്ധുവാണ്. അവൻ പറഞ്ഞു, അവനാണ് നമ്മുടെ വാർത്താ ബോർഡ് മാറ്റി എഴുതിയെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് എന്നെ 19 പേരുടെ ചുറ്റും കൂടിയിട്ട് തല്ലിയൊന്നുമില്ല അവര്. എന്റെ മാതുക്കളെയും പുതുക്കളെയൊക്കെ ഒരുപാട് വിളിച്ചു. പക്ഷെ ഞാൻ സ്നേഹത്തിനോട് പ്രതികാരം ചെയ്തു. അതാണ് എന്റെ സംഭവം. ഒരാളെ വെറുതെ വിടരുത് നമ്മൾ കാലത്ത് കഴിയുമ്പോൾ. ഞാൻ സിനിമ പൂർണ്ണമായി കഴിഞ്ഞ ശേഷം സ്നേഹത്തിന്റെ ഒരു ബുക്ക് പ്രസാദനം ചെയ്തു. 1.5 മണിക്കൂർ ഞാൻ സാഹിത്യത്തെ സ്നേഹത്തിന്റെ ഇരുത്തി പ്രസംഗിച്ചു. എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പ്രതികാരമാണ് സ്നേഹത്തിനോട്.